എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ടുഡേ വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഫിലിപ്പിയ ലേഖനം 2:5 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്. ക്രിസ്തു യേശുവിനെ ഉണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ് നിങ്ങളിലും അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് നമ്മുടെ മനോഭാവം? എവിടെ ആണ് നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തികളുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെയാണോ നമ്മളിലുള്ളത്? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നുണ്ട്. ആമേൻ. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. ക്രിസ്തുവിനുള്ള മനോഭാവമാണോ എനിക്കുള്ളതെന്ന് ചിന്തിച്ചു നോക്കി. ആ പാറ്റേണിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഹല്ലേലൂയ. അവൻ ദൈവ സ്വരൂപത്തിൽ ആയിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് ചിന്തിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി. ഈ ഭൂമിയിലേക്ക് യേശു തമ്പുരാൻ ഇറങ്ങി വരുമ്പോൾ ആമേൻ മനുഷ്യനെ സ്നേഹിച്ച് ആമേൻ സൃഷ്ടിയെ സ്നേഹിച്ചിട്ടാണ് ദൈവം സ്വന്തം പുത്രനെ ആ ദൈവികത്വം എല്ലാം എടുത്തു മാറ്റി ശൂന്യമാക്കിയിട്ട് മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്തിനാണെന്നറിയാവോ? മനുഷ്യരെ രാശിയെ രക്ഷിച്ചെടുക്കുവാൻ. ദ ഹോൾ വേൾഡ് ഹാസ് ടു ബി സേവ്ഡ്. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് ദൈവികത്വം എല്ലാം എടുത്ത് മാറ്റിയിട്ട് അയച്ചത്. ദൈവത്തിൻ്റെ മനോഭാവം എന്തായിരുന്നു? നശിച്ചു കിടക്കുന്ന ഈ ലോകത്തെ വീണ്ടെടുക്കുവാനായി ഈ ജനത്തെ ആമീൻ തിരിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിനകത്തേക്ക് മടക്കിക്കൊണ്ടുവരാനായി നഷ്ടപ്പെട്ട സ്നേഹം, നഷ്ടപ്പെട്ട ആമേൻ ആ അനുഗ്രഹം, നഷ്ടപ്പെട്ട സകലതും വീണ്ടെടുത്ത് മടക്കിക്കൊണ്ടുവരുവാൻ, തൻ്റെ ജനത്തെയൊക്കെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവമെടുത്ത തീരുമാനം പുത്രൻ്റെ ആമേൻ ഈ ലോകത്തിലേക്ക് പുത്രനെ അയച്ച് പുത്രത്വത്തിനകത്ത് തൻ്റെ ജനത്തെ നിലനിർത്തുവാനായിരുന്നു ദൈവത്തിൻ്റെ മനോഭാവം. നമ്മുടെ മനോഭാവം എന്തുവാ? നമ്മുടെ ചിന്ത എന്തുവാ? നമ്മുടെ തോട്ട് ലൈഫ്, നമ്മുടെ ചിന്താഗതി എന്താണ്? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറേ സമ്പാദിക്കണം, കുറേ ആമീൻ ജീവിക്കണം, എൻജോയ് ചെയ്യണം. ക്രിസ്തു ഈ ലോകത്തിൽ ഇറങ്ങി വന്നപ്പോൾ തൻ്റെ മനുഷ്യർ നശിച്ചു കിടക്കുന്നു, തൻ്റെ ജനം തകർന്നു കിടക്കുന്ന കണ്ടിട്ട് തിരിച്ചു മടക്കിയെടുത്തു. സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി. മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. മരണത്തോളം തന്നെത്താനെ താഴ്ത്തി ക്രൂശിൽ അനുസരണമുള്ളവനായി തീർന്നു. ഒബീഡിയൻസ്. അനുഗ്രഹം വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? അനുസരണക്കേട് കാണിക്കുമ്പോഴല്ല അനുഗ്രഹം വരുന്നത്, അനുസരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെയും അനുഗ്രഹം നമ്മുടെ മേൽ പതിയുന്നത്. ദൈവത്തിൻ്റെ മനോഭാവം എപ്പോഴും ആമേൻ. യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു? പിതാവായ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു വിടുക, ആ ദൗത്യം ചെയ്തെടുക്കുവാൻ, അതനുസരിക്കുവാൻ അവൻ്റെ മരണത്തോളം അവനെ താഴ്ത്തി ഏൽപ്പിച്ചു. യേശുവിനെ താഴ്ത്തി ഏൽപ്പിച്ചു. അവനെ തന്നെ ശൂന്യമാക്കി മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയ ആ ദൈവം, ആ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഏതാ? പിതാവിൻ്റെ പാറ്റേണിനകത്തായർ വന്നിറങ്ങിയത്. പിതാ, പുത്ര, പരിശുദ്ധ നാമം. പിതാവും പുത്രനും പരിശുദ്ധനായ യേശു, പരിശുദ്ധാത്മാവായ ആമേൻ ദൈവം.
അങ്ങനത്തെ പാറ്റേണിലാണ് ഇറങ്ങി വന്നത്. ഒരിക്കലും ഈ ലോകത്തിൽ വന്നിട്ട് ലോകത്തിൻ്റെ പാറ്റേണിൽ യേശു പോയിട്ടില്ല. യേശു നടന്നത് മൊത്തം സ്വർഗീയ പാറ്റേണിലായിരുന്നു. ദൈവത്തിൻ്റെ ആ പാറ്റേണിന് അനുസരിച്ച, സ്വർഗീയ പാറ്റേൺ അനുസരിച്ച ദൈവം നടന്നിരുന്നത്. അതൊരു ഇഞ്ച് പോലും നീങ്ങിയിട്ടില്ല. ഇന്ന് സഭകളൊക്കെ കാണിക്കുന്നത് ശരിക്കും നല്ലതാണോ? ശരിക്കും ദൈവത്തിൻ്റെ പാറ്റേണിലാണോ പോകുന്നത്? ഹല്ലേലൂയ. നമ്മളൊക്കെ ശരിക്കും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണോ ഓടുന്നത്? ദൈവത്തിൻ്റെ പാറ്റേൺ അനുസരിച്ചാണോ? പിതാവായ ദൈവം പുത്രനെ ഈ ഭൂമിയിൽ അയച്ചപ്പോൾ പുത്രന് വേണമെങ്കിൽ ലോകത്ത് നടക്കുന്നതെല്ലാം കൊണ്ട് സഭയ്ക്കകത്ത് കാണിച്ചിട്ട് ജനത്തെ അതിനകത്ത് കൊണ്ടുവരാം, സർക്കസ് കാണിപ്പിക്കാം, പലതും. പക്ഷെ ദൈവം ഒരിക്കലും വെളിയിൽ കിടക്കുന്നത്, യേശു ഒരിക്കലും വെളിയിൽ കിടക്കുന്നത് ഒന്നും എടുത്തുകൊണ്ട് കാണിച്ചിട്ടില്ല. യേശു കാണിച്ചത് മൊത്തം പിതാവിനെ കാണിച്ചു കൊടുത്തു. പുത്രനിലൂടെ പിതാവിനെ കാണിക്കുവാൻ, പുത്രനിലൂടെ പിതാവിനെ വെളിപ്പെടുത്തുവാൻ, പുത്രനിലൂടെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുവാൻ യേശു ഇടയാക്കി. ദ പാറ്റേൺ ഓഫ് ദ ലോർഡ്. ആ പാറ്റേണിലാണ് നീങ്ങിയത്. അതിന്ന് സഭ മറന്നിരിക്കുന്നു, അതോ മറന്നുപോയിട്ട്, അതോ തന്നെ അറിഞ്ഞുകൊണ്ട് മാറ്റിയതാണോ? നമുക്ക് മടങ്ങി വരാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ആഗ്രഹിച്ച അതേ പാറ്റേണിൽ, ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ അതേ പാറ്റേണിൽ പുത്രൻ ഇറങ്ങി വന്നതുപോലെ, അതേ പോലെ തന്നെ പരിശുദ്ധാത്മാവ വാഗ്ദത്തം ആയ പരിശുദ്ധാത്മ വന്നതുപോലെ നാമും ഒരുക്കപ്പെടാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിനെ ഏൽപ്പിച്ച ദൗത്യമനുസരിച്ച് പിതാവിൻ്റെ പാറ്റേണിൽ പരിശുദ്ധാത്മാവായ ദൈവത്തോട് കൂടെ ചേർന്ന് യേശു ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നടക്കുവാൻ നമ്മളെ യോഗ്യവണ്ണമാക്കി തീർക്കുവാൻ ഇന്ന് ഈ വചനം കേൾക്കുന്നവരെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.